Good evening, dear children. Welcome to another session of our English class. I am your Asha teacher. Today, we are going to learn the last two stanzas of the poem If. Hope you all have understood the last class well and have completed your assignments too. So, let's continue with the third stanza. If you can make one heap of all your winnings and risk it on one turn of pitch and toes, and lose and start again at your beginning, and never breathe a word about your loss. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. So let's concentrate on first two lines. If you can make one heap of all your winnings and risk it on one turn of pitch and toss. What is this pitch and toss? It's an old game. First of all, the players will make a mark on the ground and then they will pitch the coin. The one who can pitch the coin nearest to that mark, he has the chance of tossing up all the coins that they have played. And he can take up all the coins that have fallen heads up. അതായത് ഈ ഗെയിമിൽ പ്ലെയേഴ്സ് ആദ്യം ഗ്രൗണ്ടിൽ ഒരു മാർക്ക് വരയ്ക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? കോയിൻസ് എറിയും. അപ്പോൾ ആരുടെ കോയിനാണോ ആ മാർക്കിൻ്റെ അടുത്ത് വരുന്നത് അയാൾക്ക് എല്ലാവരും എറിയും. അതിൽ ആരുടെ ഇതാണോ ആദ്യം അടുത്ത് വന്നത് അയാൾക്ക് ബാക്കി എല്ലാ കോയിൻസും ആദ്യം ടോസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന അയാൾക്കാണ്. അപ്പോൾ അതിൽ ഹെഡ്സ് കോയിൻ രണ്ട് സൈഡുണ്ടല്ലോ, ഹെഡും ടെയിലും. അതിനകത്ത് ഹെഡ് വീഴുന്ന കോയിൻസ് എല്ലാം അയാൾക്ക് ഓൺ ചെയ്യാം. അതാണ് ഈ ഗെയിം, പിച്ച് ആൻഡ് ടോസ്. This is the picture of some children playing pitch and toss. This picture is kept in the National Gallery of Scotland and this photo was taken in 1909. So why is this game referred to here? Because it's a game in which we cannot predict the result. റിസൾട്ട് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കിട്ടുമോ കിട്ടൂല എന്നുള്ളത് പറയാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിമിൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടു ലൈൻ്റെ മീനിങ് ഇതാണ്. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഫോർ എ സിംഗിൾ ഗെയിം ആസ് ടേക്കിംഗ് വൺ ടേൺ ഓഫ് ദിസ് ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ്. അപ്പോൾ എന്താ പറയണത്? ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, പുതിയതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞല്ലോ, ഒരു പെർഫെക്റ്റ് മാൻ ആകണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നാണ് പറയണത്. പെർഫെക്റ്റ് മാൻ ആകണമെങ്കിൽ എന്തും ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ലൈഫിൽ റിസ്ക് എടുക്കേണ്ടി വരും. സോ വൺ വിൽ ഹാവ് ടു ടേക്ക് റിസ്ക് ഇൻ ലൈഫ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട്സ്. ബട്ട് വാട്ട് സോർട്സ് ഓഫ് റിസ്ക് ആർ റെഫേർഡ് ടു ഹിയർ? He is not referring to thoughtless or foolish risks, like risking all your fortune for gambling or some online games. ചൂതാട്ടത്തിനോ ഇപ്പോഴത്തെ ഓൺലൈൻ ഗെയിംസിനോ വേണ്ടിയിട്ട് ഉള്ള സമ്പാദ്യം മുഴുവൻ കളയുന്ന അങ്ങനത്തെ റിസ്ക് അല്ല പറയുന്നത്. ബട്ട് വെരി കാൽക്കുലേറ്റഡ് റിസ്ക് ഫോർ അച്ചീവിങ് ഗുഡ് റിസൾട്ട്സ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വളരെ ആലോചിച്ച് എടുക്കുന്ന അങ്ങനത്തെ റിസ്ക്കാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, you might have heard stories of many civil servants who have risked their previous jobs for achieving this great dream of civil service. ഇപ്പോൾ IAS IPS എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം. അവർക്കുണ്ടായിരുന്ന ചെറിയ ജോലിയൊക്കെ ചിലപ്പോൾ രാജിവെച്ചിട്ടോ, ചിലപ്പോൾ ലോസ് ഓഫ് പേ, അതായത് സാലറി കിട്ടാത്ത അങ്ങനത്തെ ലോങ് ലീവ് എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ശ്രമിച്ചിട്ടുണ്ടാവുക. ബട്ട് ഇഫ് ദേ വെയർ നോട്ട് റെഡി ടു ടേക്ക് റിസ്ക്, what would have happened? അവർ ത്രൂ ഔട്ട് ദ ലൈഫ് അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതിന് ഒരിക്കലും സിവിൽ സർവീസ് ഒന്നും കിട്ടൂല്ലായിരുന്നു അല്ലേ. അപ്പോൾ സംടൈംസ് എന്താണ്, പീപ്പിൾ വിൽ ഹാവ് ടു ടേക്ക് റിസ്ക് ഇൻ ദെയർ ലൈഫ്സ്. അങ്ങനെ ആ ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ടുള്ള ആൾക്ക് ഡെഫിനറ്റ്ലി അങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാകും. ഇൻ ദ നെക്സ്റ്റ് ലൈൻ, ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഇപ്പോൾ റിസ്ക് ആകുമ്പോഴത്തേക്ക് രണ്ടും സംഭവിക്കാം അല്ലേ. ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. ജയിക്കുമ്പോൾ ഉള്ള കാര്യം പോയിട്ട് പറയുന്നില്ല, തോറ്റാൽ എങ്ങനെയായിരിക്കണം എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം?
ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്. വീണ്ടും ഒന്നേന്ന് തന്നെ തുടങ്ങാനുള്ള മനസ്സുണ്ടായിരിക്കണം. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, ഈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഒരു വാക്കുപോലും പറയരുത്, അല്ലേ? ഹി ഷുഡ് നോട്ട് അട്ടർ ഈവൻ എ സിംഗിൾ വേർഡ് അബൌട്ട് ഹിസ് ലോസ്. അതിനെക്കുറിച്ച് ഒരു റിഗ്രറ്റും അയാൾക്കും ഉണ്ടാകരുത്. അപ്പം അത്രയും റെഡി ആയിട്ടായിരിക്കണം ആ റിസ്ക് എടുക്കുന്നത്. അല്ലാതെ ആ റിസ്ക് എടുത്തതിനെ പറ്റി ആലോചിച്ച് സ്ഥിരം കരഞ്ഞിരിക്കുന്ന അയാൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് മാൻ അല്ല. പെർഫെക്റ്റ് മാൻ ആണെങ്കിൽ എന്താണ്, അയാൾ റിസ്ക് എടുക്കും. ഇനി റിസ്ക് എടുത്തിട്ട് പരാജയപ്പെട്ടു പോയാലും ഹി ഹാസ് നോ പ്രോബ്ലം. അയാൾക്ക് അതിലൊരു പ്രോബ്ലവും ഇല്ല. ഹി വിൽ ബി റെഡി ടു ബിഗിൻ ഫ്രം ഹിസ് ബിഗിനിങ്സ് ആൻഡ് ഹി വോണ്ട് അട്ടർ എ സിംഗിൾ വേർഡ് അബൌട്ട് ഹിസ് ലോസ്. Now the second part of the third stanza. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. See, കുറച്ച് കഴിയുമ്പോൾ അവർ ബോഡി മേ ഏജ്, ഇറ്റ് മേ ബിക്കം വീക്ക്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാലും എന്താ പറയണത്? You can force your heart and nerve and sinew to serve your turn long after they are gone. ഇവിടെ heart, nerve and sinew. Heart and nerve, you know. Sinew means it's a fibrous tissue that attaches muscle to the bone. മസിലിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് സിന്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു സപ്പോർട്ട് ചെയ്യുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാർട്ട്, നെർവ് ആൻഡ് സിന്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഹി മീൻസ് ദ ടോട്ടൽ ബോഡി. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ബോഡി ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. നിങ്ങളുടെ ബോഡിയൊക്കെ വളരെ വീക്കായി ആ അവസ്ഥയിൽ പോലും ഇഫ് യു ആർ ഏബിൾ ടു ഫോഴ്സ് യുവർ ബോഡി ടു സെർവ് യുവർ ടേൺ, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ബോഡീനെയൊക്കെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് ടു ലൈൻസ്. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. അപ്പോൾ നിങ്ങൾ ബോഡിയെയൊക്കെ ഫോഴ്സ് ചെയ്യിക്കുന്നു. ആൻഡ് ഹോൾഡ് ഓൺ മീൻസ് കണ്ടിന്യൂ എന്നാണ്. എന്നിട്ട് കണ്ടിന്യൂ യുവർ എഫേർട്സ് ഫോർ സക്സസ് വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, എവറിത്തിങ് ഈസ് ലോസ്റ്റ്, ഓൺലി വാട്ട് എവർ റിമൈൻസ് ഈസ് യുവർ വിൽ പവർ ഓൺലി. ഇനി ഉള്ളത് വിൽ പവർ മാത്രമാണ്. എവറിത്തിങ് എൽസ് ഈസ് ഗോൺ. എവറിത്തിങ് ഈസ് ഗോൺ എക്സെപ്റ്റ് ദ വിൽ. അപ്പോൾ ആ വിൽ പവർ എന്താ പറയുന്നത്? ഇറ്റ് സേസ് ടു ദ ബോഡി ഹോൾഡ് ഓൺ, കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്ന ഒരു വിൽ പവർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ വിൽ പവർ ദാറ്റ് ഈസ് ഇനഫ് ടു മേക്ക് യു ഗോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ വിൽ പവർ ദാറ്റ് ഇറ്റ് സെൽഫ് ഷുഡ് ബി ഇനഫ്. ആ 4 ലൈൻസ് നോക്കി. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. അപ്പോൾ ഈ സ്റ്റാൻസയ്ക്കകത്ത് മെയിൻലി പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ഇൻ ലൈഫ്, ആൻഡ് ഓൾസോ രണ്ടാമത് എന്താ പറഞ്ഞത്? ദ നീഡ് ഫോർ മെൻ്റൽ ടഫ്നെസ്. ബോഡിയൊക്കെ വീക്കായാലും എന്താണ് ആ വിൽ പവർ ദാറ്റ് ഇറ്റ് സെൽഫ് ഷുഡ് ബി ഏബിൾ ടു motivate you for success in life. There are 2 figures of speech in this stanza. One is synecdoche. What is synecdoche? Synecdoche is a figure of speech in which a part of something is used to represent the whole. അപ്പോൾ എന്തിനെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ട് തന്നെ അതിനെ ഫുൾ സംഭവത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്താൽ ദാറ്റ് ഈസ് synecdoche. ഇവിടെ ഇപ്പോൾ ഏതായിരുന്നു? 5th ലൈനിൽ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ. അവിടെ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ എന്ന് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഹോൾ ബോഡി ഇറ്റ് സെൽഫ്. സോ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് synecdoche. സെക്കൻഡ് വൺ ഏതായിരുന്നു? ഇറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ 3rd stanza. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. അല്ലെ, ഈ ബോഡിയോട് ആരാ പറയുന്നത്? എക്സെപ്റ്റ് ദ വിൽ. ആ വിൽ പവർ മാത്രമേ ബാക്കിയുള്ളൂ. ആ വിൽ പവർ എന്താ പറയുന്നത്? ഇറ്റ് സേസ് ഹോൾഡ് ഓൺ. അപ്പോൾ ഹോൾഡ് ഓൺ എന്നൊക്കെ പറയുന്ന ഒരു എന്താണ് പറയുന്ന അല്ലെ, ഒരു ഹ്യൂമനെ പോലെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ഒരു പേഴ്സൻ്റെ ഒരു ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. ഹെൻസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് personification. Yes. So let's move on to the last stanza.
If you can talk with crowds and keep your virtue, or walk with kings nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you but none too much, if you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. If you can talk with crowds and keep your virtue. Talk with crowds here refers to you should be able to mingle with all sorts of people. എല്ലാ തരം ആൾക്കാരോടും സംസാരിക്കാൻ പറ്റണം എന്ന് വെച്ചാൽ എല്ലാ തരം ആൾക്കാരോടും കൂടാൻ പറ്റണം. ആൻഡ് കീപ് യുവർ വെർച്യു, ബട്ട് നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസിന് ഒരു കോട്ടവും സംഭവിക്കരുത്. നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, എന്താണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, അല്ലേ? അപ്പോൾ നല്ല വസ്തുക്കളോട് ചേർന്ന് നിന്നാൽ അതിൻ്റെ മണം കിട്ടും, നെഗറ്റീവായാൽ തിരിച്ചങ്ങനെയാകും എന്നാണ് പറയണത്. ഇപ്പോൾ ഇവിടെ പോയിട്ട് എന്താ പറയണത്, അങ്ങനെ ഇപ്പം നെഗറ്റീവായ ഒരു സംഭവത്തിനോടൊപ്പം കൂടിയാൽ പോലും യു ഷുഡ് നോട്ട് ലൂസ് യുവർ ഗുഡ് ക്വാളിറ്റീസ്. വെർച്യു മീൻസ് യുവർ ഗുഡ് ക്വാളിറ്റീസ്. ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദ കോമൺ ടച്ച്. വാക്ക് വിത്ത് കിങ്സ് means keeping good relationship with those in power or the upper class. അപ്പോൾ ഈ സമൂഹത്തിൽ അപ്പർ ക്ലാസ്സിൻ്റെ ഒപ്പം നല്ല റിലേഷനൊക്കെ ആയിരിക്കുമ്പോഴും കോമൺ പീപ്പിളുമായിട്ടുള്ള ടച്ച് അതും വിട്ട് പോകരുത്. നെക്സ്റ്റ് ലൈൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. ഫോഴ്സ്, FOES, ഫോഴ്സ് എന്ന് വെച്ചാൽ ആരാ? എനിമീസ് എന്നാണ്, അല്ലേ? ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. യൂഷ്വലി നമ്മൾ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഫ്രണ്ട്സിനാണോ എനിമീസിനാണോ? രണ്ടുപേർക്കും പറ്റും, എന്നാലും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? നമ്മുടെ ഫ്രണ്ട്സിനാണ്, അല്ലേ? കാരണം ഫ്രണ്ട്സ് എന്തെങ്കിലും വിഷമിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വിഷമം വരുന്നത്. ബട്ട് ദ പോയിന്റ് എന്താ പറയണത്? യു ഷുഡ് ബി സോ സ്ട്രോങ് ദാറ്റ് നൈദർ ഫ്രണ്ട്സ് നോർ എനിമീസ് ഷുഡ് ബി ഏബിൾ ടു ഹേർട്ട് us. അപ്പം നമ്മൾ മെൻ്റലി അത്രയും സ്ട്രോങ് ആയിരിക്കണം, ആർക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റരുത്? ഹേർട്ട് ചെയ്യാൻ പറ്റരുത്. ഗാന്ധിജി പണ്ട് പറഞ്ഞത് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. എന്താ പറഞ്ഞത്? നോബഡി ക്യാൻ ഹേർട്ട് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. എൻ്റെ അനുവാദം ഇല്ലാതെ ആർക്കും എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കലി നമ്മളെ മുറിവേൽപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കാൻ എന്താണ്? നമ്മുടെ അനുവാദം ഇല്ലാതെ ആർക്കും അതിന് പറ്റില്ല. സോ വി ഷുഡ് ബി മെൻ്റലി സോ സ്ട്രോങ് that neither friends nor enemies should be able to hurt us. Next line, if all men count with you but none too much. Count with means are important, okay? All men count with you but none too much. So everyone should be important for you, no one should be too much important for you. Gandhiji too had similar idea. എന്താണ്? To love God, ഗാന്ധിജി പറഞ്ഞതാണ്, ടു ലവ് ഗോഡ് ഓർ ടു ലവ് ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ വൺ കനോട്ട് ഗീവ് വൺസ് പ്രിഫറൻസ് ടു എനി ഇൻഡിവിജ്വൽ പേഴ്സൺ. ഇപ്പോൾ ദൈവത്തിനെയോ അല്ലെങ്കിൽ മാനവികതയോ സെർവ് ചെയ്യണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരാളോട്, പ്രത്യേകിച്ച് ഒരാളോട് കൂടുതൽ സ്നേഹമാണ് എങ്കിൽ ദൈവത്തിനെയോ മാനവികതയോ ഒന്നും സ്നേഹിക്കാനൊക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, ആരോടും പ്രത്യേകിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും ആർക്കും കൊടുക്കുന്നുമില്ല. നെക്സ്റ്റ് ലൈൻ, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫർഗീവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. എന്താ ഇവിടെ അൺഫർഗീവിംഗ് മിനിറ്റ് എന്ന് പറയണത്? ബിക്കോസ് ടൈം വെയിറ്റ്സ് ഫോർ നൺ. നമുക്ക് എത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ടൈം ഒരിക്കലും ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്ത് തരില്ല.
If you can fill the unforgiving minute with 60 seconds worth of distance run, if you are able to utilize the 60 seconds of every minute, ഓരോ മിനിറ്റിനകത്തുള്ള ആ 60 സെക്കൻഡ്സും ഇഫ് യു ആർ ഏബിൾ ടു ഫുള്ളി യൂട്ടിലൈസ് ഇറ്റ്, അതിനെ മുഴുവനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രമല്ല, ഈ കഴിഞ്ഞ 3 സ്റ്റാൻസയിൽ നമ്മൾ കുറേ ഇഫ് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ. അപ്പം ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ റിസൾട്ട് വെയിറ്റിംഗ് ഫോർ യു? അതാണ് ലാസ്റ്റ് 2 ലൈൻസിൽ പറയുന്നത്. എന്താ അത്? Yours is the earth and everything that's in it, and which is more, you will be a man, my son. So if you are able to satisfy all these conditions, then yours is the earth and everything that's in it. ആ മുകളിൽ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഈ ഭൂമിയും ഭൂമിയിലെ സർവ്വതും അത് നിനക്കുള്ളതാണ്. I hope you remember this poem is in the form of a paternal advice. അല്ലേ, ഒരു അച്ഛൻ മകന് കൊടുക്കുന്ന അഡ്വൈസ് പോലെയാണെന്നൊക്കെ we discussed in the last class. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മകനോട് പറയുകയാണ്, yours is the earth and everything in it, and which is more, you will be a man, my son. നീ ഇതെല്ലാം കിട്ടുമെന്ന് മാത്രമല്ല, അപ്പോൾ you will become eligible to be called a man. അപ്പോൾ നിന്നെ ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് നിന്നെ അപ്പോൾ വിളിക്കാം. സോ ദാറ്റ് വാസ് ദ പോയം. അപ്പോൾ ഈ പോയത്തിനകത്ത് നമുക്ക് കുറേ വാല്യൂസ് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ടീച്ചർ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി കുറേ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് പോയം ഈസ് നോട്ട് ജസ്റ്റ് ഫോർ യുവർ എക്സാം. ഡെഫിനറ്റ്ലി ദിസ് പോയം വിൽ ഹെൽപ്പ് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങൾ ഈ പോയം വളരെ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടാവും. എന്ന് മാത്രമല്ല, ലൈഫിലെ ഓരോ സിറ്റുവേഷൻസിലും നിങ്ങൾക്കിതൊരു ഹെൽപ്പായിട്ട് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് കുറേ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന പോയംസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈഡാക്റ്റിക് പോയം. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ദിസ് ടേം ഡൈഡാക്റ്റിക്. ഓക്കെ, സോ ഇഫ് ഈസ് എ ഡൈഡാക്റ്റിക് പോയം. എങ്ങനത്തെ പോയമാണെന്ന് ചോദിച്ചാൽ ഇഫ് ഈസ് എ didactic poem. Okay, so now we have to look for the structure of the poem. ഈ പോയത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫോർ റൈറ്റിംഗ് ദ സ്ട്രക്ചർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? എത്ര സ്റ്റാൻസയുണ്ട്, സ്റ്റാൻസയിൽ എത്ര ലൈനുണ്ട്, അതൊക്കെ നമ്മൾ നോക്കണം. നോക്കിയേ, ഹൗ മെനി സ്റ്റാൻസാസ് ആർ ദെയർ? എത്ര സ്റ്റാൻസയായിട്ടാണ് ഈ പോയം ഡിവൈഡ് ചെയ്തേക്കുന്നത്? ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റാൻസാസ്. 4 സ്റ്റാൻസയുണ്ട്. ഓരോ സ്റ്റാൻസയ്ക്കകത്തും എന്തുണ്ട്? 8 ലൈൻസ് വെച്ചുണ്ട് അല്ലേ. ഈച്ച് സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് 8 ലൈൻസ്. പിന്നെ ഇതിനകത്ത് റൈമിങ് വേർഡ്സ് ഉണ്ടോ? ലുക്ക് ദ ഫസ്റ്റ് സ്റ്റാൻസ, അതിനകത്തുള്ള ലാസ്റ്റ് വേർഡ്സ് നോക്കി, ഓൾട്ടർനേറ്റ് ലൈൻസ് റൈം ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കി, യു യു, യു ആൻഡ് ടു, വെയിറ്റിംഗ് ആൻഡ് ഹേറ്റിംഗ്, ലൈസ് ആൻഡ് വൈസ്. സെക്കൻഡ് സ്റ്റാൻസയിൽ മാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ, aim and saying, spoken and broken, fools and tools. Third stanza, winnings and beginnings, toss and loss, sinew and you, gone and on. Last stanza, virtue, you, touch, much, minute and it, run and sun. So we can say ഒരു പാറ്റേൺ ആയിട്ടുണ്ട് അല്ലേ. So we can say there is a definite rhyme pattern in the poem. The lines rhyme in the pattern A B A B, C D C D, and likewise. This rhyme scheme gives a musical tone to the poem. Okay. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ കാരണം, it is for your assignment, that is to write an appreciation of this poem. ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാനാണ്. സോ പ്ലീസ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അപ്രീസിയേഷൻ എഴുതുന്നതിനെ കുറച്ചുകൂടെ ഒരു ഐഡിയ വേണമെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ദെയർ ഇൻ പേജ് നമ്പർ 32. അവിടെ ആ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്രീസിയേഷൻ എഴുതേണ്ടതിനുള്ള ടിപ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മളൊരു 4 പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും. മനസ്സിലാദ്യമേ അങ്ങനെ വിചാരിക്കുക. ഈ അപ്രീസിയേഷന് ഒരു 4 പാരഗ്രാഫ്സ് വേണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ എന്താ എഴുതുക? എബൌട്ട് ദ പോയറ്റ് ആൻഡ് തീം.
അപ്പോൾ ആ പാരഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാക്സിമം ഒരു ത്രീ സെൻറ്റൻസസ്, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പോയിറ്റിനെ കുറിച്ച് എഴുതാം. ഇറ്റ് ഈസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. പിന്നെ തീം ആണെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ ഡൈഡാക്റ്റിക് പോയം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രെയ്റ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. ദ പോയം ടീച്ചേഴ്സ് us ഹൗ ടു ബി എ പെർഫെക്റ്റ് മാൻ ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് ഒരു ബ്രീഫ് സമ്മറിയാണ്. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു മീനിങ് കുറച്ച് ബ്രീഫായിട്ട് ചെറുതായിട്ടൊന്ന് എഴുതുക. ദെൻ ഇംപ്ലൈഡ് മീനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയൊക്കെ ആണെങ്കിൽ പുറമേ ഉള്ള മീനിങ് അല്ലാതെ ദർ വിൽ ബി ആൻ ഇംപ്ലൈഡ് മീനിങ് ഓൾസോ. ഇതിനകത്ത് വേറൊരു മീനിങ്ങും കൂടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. പിന്നെ പോയറ്റിക് ഡിവൈസസ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് സൗണ്ട് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈം നമ്മൾ പറഞ്ഞു, അലിട്രേഷൻ, എസണൻസ് എക്സെട്ര. അലിട്രേഷൻ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് അല്ലേ, അത് ഈ പോയത്തിനകത്തുണ്ട്. എവിടെയായിരുന്നു? ഫ്രണ്ട്സ് ആൻഡ് ഫോസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതേപോലെ അസണൻസ് എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്, അടുത്തടുത്ത് വരുന്ന വേർഡ്സിനകത്തുള്ള വവൽ സൗണ്ട്സ്. ഇപ്പം നമ്മൾ എ ഇ ഐ ഒ യു ആ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് അസണൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇമേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചില വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു വിഷ്വൽ ഇഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിഷ്വൽ ഇമേജറി. സൗണ്ടിൻ്റെ ഇഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഡിറ്ററി ഇമേജ്. പിന്നെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫീല് വരുന്നുണ്ടെങ്കിൽ കൈനസ്തെറ്റിക്, അതിനെ കിനസ്തെറ്റിക് എന്നും പറയാറുണ്ട്, കൈനസ്തെറ്റിക് ഇമേജറി. ദെൻ സിംബൽസ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ്, സിംബൽ ഇസ് എൻ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എൻ ഐഡിയ, ഇമേജ് ഓർ ആൻ ആക്ഷൻ. ഒറ്റ വേർഡ് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു ഇമേജോ ഒരു ആക്ഷനോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സിംബൽ. അപ്പോൾ ഈ പോയത്തിനകത്ത് ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആ പിച്ച് ആൻഡ് ടോസ് എന്നുള്ളൊരു ഗെയിം വെച്ചിട്ട് ലൈഫിലെ എല്ലാ സമ്പാദ്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി റിസ്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഐഡിയ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ പിച്ച് ആൻഡ് ടോസ് എന്നുള്ള ഒറ്റ സിമ്പിൾ വെച്ചിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ. പിന്നെ നേവ്സ്, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസയിലുള്ള നേവ്സ്, KNAVES, നേവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ്? ലയേഴ്സിനെയാണ്. ഓക്കെ, ദെൻ ക്രൗഡ് എന്നുള്ളത് ഇറ്റ് സിംബലൈസസ് ദ കോമൺ പീപ്പിൾ. പിന്നെ കിങ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് കിങ്ങിനെ മാത്രമല്ല, ദ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ സൊസൈറ്റി. സോ ദാറ്റ്സ് അബൌട്ട് ദ സിംബൽസ്. പിന്നെ ലാംഗ്വേജ് സിമ്പിളാണ്, അതേസമയം ഫിഗറേറ്റീവ് ആണ്. ഇപ്പോൾ പോയിട്ട് പറയുന്ന ഐഡിയാസൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ലാംഗ്വേജ്. ദെൻ മൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻസ്പിറേഷണലാണ് പോയം. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ ലാസ്റ്റ് ഡേ ഒക്കെ പറഞ്ഞിരുന്നു, പേഴ്സോണിഫിക്കേഷൻ. പിന്നെ സിനക്ഡോക്കി പറഞ്ഞു. പിന്നെ മെറ്റഫർ ഉണ്ട്, അൺഫോർഗീവിങ് മിനിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റഫറിക് എക്സ്പ്രഷൻ. Personification, I hope you remember the examples of triumph and disaster and the will. And finally the last paragraph is conclusion. Conclusion the message of the poem, that he tells us how to be a perfect man. അതാണ് പോയിറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ കമൻറ്റ്സ്, ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ പോയം. വളരെ മീനിങ് ഫുള്ളാണ്, എൻ്റെ തീം ഹൈലി റിലവൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ലൈൻസ്, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെന്താണ്, ദിസ് പോയം വിൽ ഡെഫിനറ്റ്ലി റിമെയിൻ ആസ് എ ഗ്രേറ്റ് ലെസൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ റീഡേഴ്സ് ഫോർ എവർ. അങ്ങനെ എന്തെങ്കിലും ഗുഡ് കമൻറ്റ്സ് ഒക്കെ എഴുതാം. സോ ഓൾ ടുഗദർ ഇപ്പം നമുക്ക് അപ്രീസിയേഷനകത്ത് എന്തൊക്കെ എഴുതണം എന്ന് ഒന്നുകൂടെ ഒന്ന് സമപ്പ് ചെയ്യാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ മീനിങ്, പോയത്തിൻ്റെ സമ്മറി എഴുതുന്നു, അതിൻ്റെ സ്ട്രക്ചർ എഴുതുന്നു, പോയറ്റിക് ഡിവൈസസ്, ആ റൈമൊക്കെ എഴുതാമല്ലോ, റൈം, അലിട്രേഷൻ, പിന്നെ ലാംഗ്വേജ്, സിംബൽസ്, മൂഡ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ ഫീൽ ചെയ്യാം,
കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല, ബട്ട് ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം ടെക്സ്റ്റിലെ പേജ് നമ്പർ 32 എടുത്ത് ആ ഹിൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതണം എന്ന് ആദ്യം റഫായിട്ടൊന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് എഴുതുക. തെറ്റ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. See you in the next class. Have a nice week ahead. Bye.